എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലൻറ്റി 2 എന്ന അനിമയുടെ എപ്പിസോഡ് 65 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ബേബിയുടെ റൂമിലേക്ക് ഫ്രണ്ട്സ് വരുന്നതാണ്. അതിനുണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് യുഹോവന്റെ പെർഫോമൻസ് പറയുമ്പോൾ ഞാൻ കണ്ടു ബ്രോഡ്കാസ്റ്റിൽ യുഹോവന്റെ വെൽഡൺ പറയുകയും ഇനി നാളെ അവർക്ക് മാച്ച് ഉണ്ട്, തുടർച്ചയായിട്ട് ഇനിയും വരും, അങ്ങനെയെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഇനിയുള്ളത് ഇൻഡിവിജ്വലായിട്ട് തന്നെ പോകാനായിട്ടാണ് പറയുന്നത്. അടുത്ത മാച്ച് ടൈഞ്ചർ സെറ്റുമായിട്ടാണ്. യുസാൻഷി ആണ് പോകുന്നത്, അതിൽ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. അതിനുശേഷം പിറ്റേന്ന് അവരുടെ മത്സരം യുഹോവ അങ്ങോട്ട് വരുന്നത്. അവൻ വരുമ്പോൾ ഈ ഫാൻസ് 7 പേരെ തോൽപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓപ്പോസിറ്റ് ടൈഞ്ചർ സെറ്റാണ്. അതിലൊരു ലേഡി ഉണ്ട്. അവർ വന്നിരിക്കുന്ന 2 സൈഡിൽ ആൾക്കാർ വരാനായിട്ട് പറയുന്നത്. യുസാൻഷി ചെന്നു ഓപ്പോസിറ്റ് ആ ലേഡി അതുകൊണ്ട് അവന്റെ കണ്ണു തിളങ്ങി. അവർ നന്നായിട്ട് പഠിച്ചു. യുസാൻഷി ആണെങ്കിൽ ആര് ചെല്ലണമെന്ന്. അവന്റെ പേര് യുസാൻഷിയാണ്, ടാങ് സെറ്റിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവളുടെ പേര് വാങ്ഷോഷി. ടൈഞ്ചർ സെറ്റ് നിന്റെ മുടി ഉള്ളല്ലോ, തൊടണ്ട നീ. ഓക്കെ, നിനക്ക് എന്താ കളിക്കുന്ന എന്ന രീതിയിൽ റഫറി അവരുടെ ഫൈറ്റ് തുടങ്ങി. അത് അങ്ങനെ പോകുന്നു. അവൾ സോഡ് അറ്റാക്ക്, അവൻ ഷീൽഡ് അറ്റാക്ക്, ഡിഫൻസ് അല്ല അറ്റാക്ക് തന്നെ. 2 പേരും കട്ടാക്കി നിൽക്കുന്നു. അവളൊരു പെണ്ണാണ് എന്നതൊന്നും കാര്യമില്ല ഇതില്. അവളുടെ സോഡ് വെച്ചുള്ള ഓരോ അറ്റാക്കും അത്ര എഫിഷ്യൻസ് ആയിരുന്നു. ഞാൻ അതാണ് പറയുന്നത്. അവളുടെ സോഡ് വെച്ചുള്ള അറ്റാക്ക്, സ്പീഡ്, കറക്കല് എല്ലാം മോർ പെർഫെക്റ്റ്. യുസാൻഷി അവന്റെ ഒരു ഷീൽഡ് വെച്ച് ഉള്ള ഒരു സ്കില്ലില് ബാക്കിലേക്ക് അവള് പോയി. അവ കുറച്ച് എളുപ്പമാക്കി കൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്മാറിക്കോ. ഓ അങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് അവളുടെ മാർഷൽ സോള് അതെടുക്കാണ്. അപ്പോഴാണ് അവള് സോഡ് അറ്റാക്ക് മാത്രമല്ല വേറൊക്കെ ആയിട്ട് ട്രം കാർഡ് ഉണ്ടായിരുന്നു. അവളുടെ രൂപം മാറി, അവളുടെ ഹെയർ സ്നേക്കായിട്ട് മാറി. അത് വെച്ച് അറ്റാക്ക്, അതുകൊണ്ട് ഒരുമാതിരി ആയിപ്പോയി ശൗശോന്. അത് വെച്ച് പിന്നെ അവൻ പിറകോട്ട് പോവാനായിട്ട് തുടങ്ങി. അവളുടെ അറ്റാക്ക് അതിൽ മാറി പോവാനായിട്ട് അവനെ കുറച്ചേരം ഇടയ്ക്ക് വെച്ച് അവന്റെ ട്രാപ്പാക്കുന്ന രീതി വന്ന് അവൻ ഷോമിങ് സ്വാപ്പ് എന്ന ടെക്നിക്കിലൂടെ സ്വൈപ്പ് ചെയ്ത് മാറി. മതി നിർത്തി, ഞാനിനിയായിട്ട് ഫ്രണ്ടാകുന്നത് നിർത്തി. അവൾ മിണ്ടാതിരിയെന്ന് പറഞ്ഞ 5ാമത്തെ സോൾ സ്കില്ല് മെഡൂസ കോഗുലേഷൻ. അതെന്നത് ഡൂബുബോന്റെ സോൾ ബോണിൽ കണ്ടിട്ടുണ്ടല്ലോ, ആ സ്കില്ലാണ്. അതുപോലെയുള്ള വേറൊരു രീതി. കല്ലാക്കി കളയും. സ്കില്ല് കല്ലാക്കി കളയും. എന്നാൽ ഇതല്പം വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. അവന് നേരെ വിടുന്നു, അവൻ മാറി പോകുന്നു. അവസാനം അവന്റെ മാർഷൽ സോൾ ടർട്ടിൽ സ്നേക്ക് കൂടി ചേർന്നാണല്ലോ. അതിന് സ്നേക്ക് ഉണ്ട്, ടോപ്പ് ടയർ മാർഷൽ സോൾ കൂടിയാണ്. അത് ഉപയോഗിച്ച് എതിർക്കുന്നു. ആ സ്കില്ല് ബ്രേക്കാക്കി. ഇത് എങ്ങനെ എന്ന അതിശയത്തിൽ അവളും അടുത്ത അറ്റാക്കിന് വരുമ്പോൾ ഷീൽഡ് പോലെ ഉള്ളത് വെച്ച് സ്റ്റോപ്പ് ആക്കാൻ നോക്കി. എന്നിട്ട് അതെല്ലാം അവളെ ട്രാപ്പ് ആക്കുന്ന രീതിയിൽ സ്വാമിങ് ഡാർക്ക് ഷോക്ക് എന്ന സ്കില്ല് അത് യൂസ് ചെയ്ത് അവളെ മെന്റലി വീക്കാക്കാനായി തുടങ്ങി. അവളോട് കീപ്പ് ചെയ്യാൻ പറഞ്ഞു. അവൾ മാക്സിമം നോക്കി അവസാനം മയങ്ങി വീണു. നന്നായിട്ട് ട്രെയിൻ ചെയ്ത് നല്ലൊരാളാക്ക് എന്ന് പറയാണ്. ഞാനൊക്കെ അപ്പോഴാണ് ആശ്വാസം ചെയ്തത്. അടുത്ത ആള് അവനെ മാറ്റിയിട്ട് ഞാൻ ഉണ്ടല്ലോ, ഫസ്റ്റ് റൗണ്ട് ടാങ് സെറ്റ് ജയിച്ച് അടുത്ത ആൾ വരുന്നുണ്ട്, പേടിക്കണ്ട, പെട്ടെന്ന് കയറുക എന്ന് പറയാണ്. സ്ട്രക്കിലെ ഓരോരുത്തരായിട്ട് ആൾക്കാരെ സൈഡാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ടീമിനെ തന്നെ തോൽപ്പിച്ച് അവർ ഓരോരുത്തരുമായിട്ട് ജയിപ്പിക്കുന്നു. അടുപ്പിച്ചുള്ള മാച്ചുകൾ അവരുടെ സ്ട്രെങ്ത് ഹൈഡ് ചെയ്യാണ്. അത് പറയുകയാണ് ഷൂട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് രാത്രി അവരുടെ പാർട്ടി കുറച്ച് ഡേയ്സ് ആയിട്ട് മറ്റേ നാനിയെ വിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരുന്നു. മിൻഡി സിറ്റിയിലെ മിക്ക ബ്ലാക്ക് മാർക്കറ്റിൽ പോയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള റെയർ മെറ്റീരിയൽസ് അത് സെല്ല് ചെയ്യാൻ നോക്കുന്നു. ആരും തന്നെ വാങ്ങുന്നില്ല, കിട്ടുന്നില്ല. പിന്നെ ഇവിടെ അണ്ടർഗ്രൗണ്ടിലെ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഈവിൾ സോൾ മാസ്റ്റർ അവരെ വാച്ച് ചെയ്തിരുന്നു. യുഹാവയ്ക്ക് അത് മനസ്സിലായി. ആ ഓർഗനൈസേഷനിൽ സിഷോയി അലയൻസ്, പിങ്ക് ഫാൻ അലയൻസ്, അതുപോലെ ഔ ചാമ്പർ ഓഫ് കൊമേഴ്സ്, ഓരോ റീജിയനിൽ നിന്നുള്ള ചാമ്പ്യന്മാര് അവർ ഫൈനലിലെത്തും. സിഷോയി അലയൻസിന്റെ പേര് കേട്ട് അത് മിസ്റ്റീരിയസ് ഈവിൾ സോൾ മാസ്റ്ററായ ഈ ശിശുയി ആയിട്ട് സാമ്യമുള്ളതുപോലെ ശുവാൻ പറഞ്ഞിരുന്നു. മൂയനെ ശവ്യാവും കുറിച്ച് വലിയ ഫൈറ്റ് നടന്ന് അത് ഈ പറയുന്ന ഈ ശിശുയിക്ക് വേണ്ടിയായിരുന്നു. 100 വർഷം മുൻപേ തന്നെ സൂപ്പർ ഡോളോ മാസ്റ്റർ ആയിട്ട് മാറി. അതിനുശേഷം ഈവിൾ സോൾ മാസ്റ്ററിലേക്ക് പോവുകയായിരുന്നു. ഞാൻ കേട്ടത് വെച്ച് ഈ ശിശുയി ഹോളി സ്പിരിറ്റ് ചർച്ചയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ യുഹാവയ്ക്ക് മത്സരിക്കണം എന്ന് പറയുകയാണ്. ഇന്നാണ് 3 ബ്ലാക്ക് മാർക്കറ്റുകൾ ചേർന്ന് നടക്കുന്ന ക്വാളിഫിക്കേഷൻ റൗണ്ട്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് ആർക്ക് മത്സരിക്കും. ആദ്യം ഈ ശിശുയി അലയൻസിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവരെ പറ്റി കൂടുതൽ അറിയാനും 2 ഇപ്പോഴുള്ള സോൾ ഗൈഡൻ ടൂൾസിന്റെ ഡെവലപ്പ് ഒബ്സർവ് ചെയ്യാനും പറ്റും. എല്ലാവരും കെയർഫുൾ ആകാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെയാണ് ശിശുയി അലയൻസിന്റെ ബ്രാഞ്ച് ഉള്ളത്. അതിനുള്ളിലായിട്ട് ആളുടെ കോമ്പറ്റീഷൻ തുടങ്ങി. 1 മണിക്കൂർ 16 മിനിറ്റേ ഉള്ളൂ. അവിടെ ഉള്ളവര് ചെയ്യുന്നുണ്ട്, ബിട്ട് വയ്ക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, ഡ്രിങ്ക്സ് അടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ പോവുകയാണ്. വാങ്ഡോങ് എന്നെ കാണാൻ വന്നു. അതുപോലെ യുഹാവ കായിട്ട് വരുമ്പോൾ ഒരുത്തൻ കുറുകെ നിൽക്കുവാണ്. ഇറങ്ങിയടിച്ച് വന്നതാണ്. നേരെ വന്ന് കിട്ടിയിട്ട് ആരുടെ എന്നെ വഴി മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എതിർക്കാൻ നോക്കി. യുഹാവന്റെ ഒരു ലുക്ക് വീണുപോയി. അവിടുന്ന് ഒറ്റ ഓട്ടം. ഇതെല്ലാം ഈവിൾ സോൾ മാസ്റ്റേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ഒരുത്തനും അവിടെയുള്ള റഫറിയുടെ അടുത്തേക്ക് വന്ന് മത്സരിക്കാനാണ്
ടാങ്സി എന്ന് പറഞ്ഞിട്ട് കായിട്ടുവിന് അവൻ ടാങ്കു എന്നും പറയുന്നുണ്ട്. അവന്റെ പേര് ടാങ്കു, കായിട്ടുവിന്റെ പേര് ടാങ്സി. ഇത് ക്വാളിഫിക്കേഷൻ റൗണ്ടാണ്. ഇനി 1 മണിക്കൂറുള്ളിൽ ലെവൽ 3 സോൾ ഗൈഡിങ്ങെങ്കിലും സക്സസ് ആകണം, ഇനി മാത്രമേ ക്വാളിഫൈ ആകൂ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. യുഹാവോനെ കൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തി അവർക്ക് ആ സ്റ്റോണ് അത് വന്ന് അത് ആ ഫോർമേഷൻ പോലെ അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ടൈം പോകുന്നു, ഓരോരുത്തരുടെ ടൈം പോകുന്നത് കൊണ്ട് വെപ്രാളത്തോടെ ഇവർ രണ്ടൊരു കൂളായിട്ട് മിനിറ്റുകൾ കടന്നുപോയി. ഉണ്ടാക്കി അവസാനം ടൈമും പോയി. അവൻ ആ സ്റ്റോണിലെ ഫോർമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. അത് വെച്ചൊരു വെപ്പൺസ് ഉണ്ടാക്കി കഴിഞ്ഞു. കായിട്ടും ഉണ്ടാക്കി. അതുകൊണ്ട് ഒരുത്തൻ ഷോക്ക്, ആരോ നോക്കിയിട്ട് ഒരാക്ഷൻ. എന്നിട്ട് ഞാൻ നോക്കട്ടെ അവൻ ഉണ്ടാക്കിയ വെപ്പണെന്ന് പറഞ്ഞ് അതെടുത്തു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവ ചീറ്റ് ചെയ്തെന്ന്. അത് കേട്ടതോടെ അവിടെ ഉള്ളവരുടെ മുഖം അങ്ങ് മാറി. ആൾക്കാർ പ്രതിഷേധമായിട്ട് വരാൻ തുടങ്ങി. സൺമൂൺ എംപയറിൽ ഒരുത്തൻ ഇത് മെങ്ങും ഷൂട്ട് ചെയ്യാൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ടാർഗറ്റ് ഉള്ള ഒരു കോമ്പറ്റീഷനായിട്ട് മത്സരിക്കാൻ വന്നതും എല്ലാം അവൻ ഫൈനലിലേക്ക് എത്തിയാൽ അത് പണിയാണ് എന്ന് മെങ്ക് വളരാൻ അവനെ അനുവദിക്കേണ്ട, ഒരു ചാൻസ് കിട്ടിയാൽ തീർക്കണം. ഇതെല്ലാം കേട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ കഴിയാതെ നിൽക്കോടെ ജ്യൂസി. യുഹാവന്റെ അടുത്ത് അവൻ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബാക്കിയുള്ള ഒരു ദേഷ്യത്തില് എന്റെ പൈസ തിരിച്ചാടാ എന്നൊക്കെ പറഞ്ഞ് സംസാരം. ബെറ്റിംഗ് ഒക്കെ നടത്തുവാണല്ലോ. എന്നാൽ ഇതിനിടയ്ക്ക് അവന് നൈസായിട്ട് കൊല്ലാനായിട്ട് ഒരുത്തൻ ഗണ്ണ് റെഡിയാകുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ മാറുന്നതുകൊണ്ട് കായിട്ട് ഇടപെടാൻ നോക്കുമ്പോൾ യുഹാവ തടഞ്ഞു. വേണ്ട എന്ന രീതി, എനിക്കൊരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞിട്ട് റെഫറി നോക്കട്ടെ എന്നിട്ട് പറയട്ടെ ചീറ്റ് ചെയ്തോ ഇല്ലയോ എന്ന്, എന്താ ഒരു ഗിൽറ്റി ആയോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കളി വെക്കുന്നു. അവൻ അതല്ല അവനാരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കി കണ്ടുപിടിച്ച് അവനെ കൊന്നു കളഞ്ഞു. അവൻ നോക്കുന്ന ടൈമില് ആ വെപ്പൺസ് എടുത്തിട്ട് എന്റെ വെപ്പൺസ് വേറെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കാനും തുടങ്ങി. അതോടെ അവിടെ തകർന്നു. എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങി. ശിശു അലയൻസിന്റെ ടെറിട്ടറിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ എന്ത് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ പെട്ടെന്നാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറാനായിട്ട് തുടങ്ങി. അവര് പേടിച്ച് ഹോളി എംപറർ ശിശു അലയൻസിനെ നന്നായിട്ട് വിശ്വസിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പുറത്തു നിന്നുള്ളവരെ വെച്ച് റാങ്ക് ചെയ്യുന്നു, ഇത് ശരിയാണോ, നിങ്ങളെ അലയൻസ് ആക്കിയത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് യുഹാവ വേറൊരു രൂപത്തില് ഒരു ഈവിൾ സോൾ മാസ്റ്റർ ആയിട്ട് മാറി സംസാരിക്കുകയാണ്. അവർ സോറ് പറഞ്ഞിട്ട് മറ്റാൾക്കാരെ വിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഇതൊരു ടെറിഫിക്കായ മൊമെന്റ് ആയിരുന്നു. അവൻ അത് മാറി അവിടെ നോർമലി അവരെ കൊണ്ടുപോയി യുഹാവനോട് സോറ് പറയുന്നുണ്ട്. എന്റെ ഭാഗത്തുള്ള തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല. യുഹാവ അവ ഉണ്ടാക്കിയ സോൾ കാനോൺ അത് ലെവൽ 3 മുകളിലാണ്. അതുപോലെ എന്റെ ബ്രദർ ചെക്ക് ചെയ്യാമെങ്കിൽ വേണോട്ടോ, നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ വന്നത് ശിശു അലയൻസുമായിട്ട് ട്രബിൾ ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് പൈസ അത് റയർ മെറ്റീരിയൽസ് നമ്മുടെ എബിലിറ്റി കൊണ്ട് നേടണം എന്ന് തോന്നി. ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവർക്ക് ബാഡ്ജ് കൊടുത്തു. 66 യുഹോവയ്ക്ക് 80 കായിട്ടുവിന് അടുത്ത തവണ വരാം എന്ന് പറഞ്ഞുപോയി. വാങ്ടോങ്ങിനെ ഹാപ്പി ആയിട്ട് പോയി. അവിടെ നടന്നത് കായിട്ടു പറയുന്നുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഇലൂഷന്റെ കളിയാണ് അവിടെ നടന്നത്. ഈവിൾ സോൾ പവർ ഇലൂഷൻ രൂപത്തിലാക്കി അത് വർക്കായി. എല്ലാവരെയും ഫോളാക്കി. അവർ വിചാരിച്ചതുപോലെ ഹോളി സ്പിരിറ്റ് ചർച്ചിലെ ഹൈ പൊസിഷനിലുള്ളവരാണ് എന്ന് വിചാരിച്ചു. അതിനർത്ഥം ഹോളി സ്പിരിറ്റ് ചർച്ച് ശിശു അലയൻസും തമ്മിൽ റിലേഷൻ ഉണ്ട്. അത്ര ഡീപ്പായിട്ട് ഹൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഹോളി സ്പിരിറ്റ് ചർച്ചിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. എങ്കിലും ആ അസാസിന് ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോയത് മിൻറ്റി ഹാളായിട്ട് വളരെ സാമ്യമുള്ള ആളിനെയാണ് കണ്ടത്. എങ്കിൽ അത് റിയോ എംപയർ തന്നെയാണ്. എങ്ങനെ റിയോ എംപയറിന്റെ സീക്രട്ട് പൊളിക്കണം എന്ന് വാങ്ങുന്നു. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്കെ. ബൈ.